പുനെയിൽ നിർത്തിയിട്ട ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. ദത്താത്രേയ രാംദാസ് ഗാഡെ പിടിയിലായത് പുലർച്ചെ. ഗാഡെ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ പിതാവ് ഇന്ന് നാട്ടിലെത്തും. അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് യാത്ര തിരിച്ചത് രേഖകൾ ശരിയായതോടെ. അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേരളത്തിലെ കോൺഗ്രസിലെ വിവാദങ്ങൾക്കിടെ ഹൈക്കമാൻഡ് വിളിച്ച യോഗം ഇന്ന് ഡൽഹിയിൽ. യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രധാന അജണ്ട. കേരളത്തിൽ നിന്നുള്ള 40ഓളം നേതാക്കൾ പങ്കെടുക്കും. മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്ന് ജോർജ്. ജാമ്യം നൽകിയാൽ സമാന കുറ്റം ആവർത്തിക്കുമെന്ന് പ്രോസിക്യൂഷൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 19ാം ദിവസത്തിൽ. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ. CITU നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ ബദൽ സമരം ഇന്ന് തിരുവനന്തപുരം. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് കേരളം. 3ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുക 3ന് 131 റൺസിൽ നിന്ന്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം.